നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തൃഷ കൃഷ്ണൻ വിജയ് ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രഹസ്യമല്ല. വാസ്തവത്തിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സംഗീത സ്വർണ്ണലിംഗം വിജയ്ക്കെതിരെ വിവാഹമോചന കേസ് നൽകിയത് പോലും. ഇതിന് പിന്നാലെ തൃഷയ്ക്കൊപ്പം പൊതുചടങ്ങുകളിൽ പങ്കെടുത്ത് വിജയ് തന്നെയാണ് അത്തരമൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കി കൊടുത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വിജയ്ക്കെതിരെ കൊടുത്ത വിവാഹമോചന ഹർജി സംഗീത പിൻവലിച്ചിരിക്കുകയാണ്. ഇരുവരും ഒന്നിച്ചു ജീവിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആ ഒരു കോടതി വാർത്ത പുറത്തു വന്നത് മുതൽ ആരാധകർ കൂട്ടത്തോടെ തൃഷ കൃഷ്ണയുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ഇഴച്ചു കയറുകയായിരുന്നു. കാരണം തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് ചർച്ചയാവുന്ന വിധം പല പോസ്റ്റുകളും അടിക്കടി ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. 2 ദിവസത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുകയായിരുന്നു തൃഷ കൃഷ്ണൻ. ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചുകൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് താരം. ഒരുപാട് ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ കുറുക്കിക്കൊള്ളുന്ന ഒരു ക്യാപ്ഷനും നടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ആരെ ഉദ്ദേശിച്ചാണ്, എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം മുഴുവൻ. സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളായിരുന്നു തൃഷയുടെ ബ്രേക്കിന് ശേഷം ആദ്യമായി പങ്കുവച്ചത്. ഇതിനുശേഷം 98ാം പിറന്നാൾ ആഘോഷിക്കുന്ന മുത്തശ്ശിക്ക് ഒപ്പമുള്ള ചിത്രങ്ങളും സന്തോഷത്തോടെയൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. തനിക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് എന്ന തൃഷ ആരാധകരെ അറിയിക്കുകയായിരുന്നു ഇതിനിടയിലാണ് തൃഷയുടെ കുടുക്കിക്കൊള്ളുന്ന ക്വാട്ടുമായി എത്തിയിരിക്കുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നതൊക്കെ നാണക്കേടല്ലേ, പോയി പണിയെടുത്ത് കാശുണ്ടാക്കി സമാധാനം കണ്ടെത്തൂ എന്നാണ് തൃഷ കൃഷ്ണൻ പറയുന്നത്. ഇതിൽ ഈ പ്രായത്തിലെ ഡ്രാമ എന്ന വാക്കിനെ ഹൈലൈറ്റ് ചെയ്തതായും കാണുന്നുണ്ട്. പ്രായത്തെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയ കമന്റുകളെ അല്ല ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമാണ്. വ്യക്തമായി ഒരാളെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയതാണ് എന്നാണ് പാപ്പരാസികളുടെ വിലയിരുത്തൽ. എന്തായാലും തൃഷ കൃഷ്ണൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് തമിഴ്നാട് സിനിമ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയാകാറുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. ഇത് ഇനി സംഗീതയെ ഉദ്ദേശിച്ചാണോ ഇങ്ങനെ ഒരു കുറിപ്പ് എന്നതും സംശയമുണ്ട്. കാരണം വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീതയാണ് കുടുംബ കോടതിയെ സമീപിച്ചത്. 2021 മുതൽ വിജയ്ക്ക് ഒരു നടിയുമായി ബന്ധമുണ്ടെന്നും അതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടും തുടരുകയായിരുന്നു എന്നും വിവാഹമോചന ഹർജിയിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. വിജയ്ക്ക് ഒപ്പമുള്ള പല ചിത്രങ്ങളും പുറത്തുവന്നതും മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയതും തൃഷയാണ് ആ നടി എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടിയിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിവാഹമോചന ഹർജി സംഗീത പിൻവലിച്ചിരിക്കുന്നത്. വിജയിൽ നിന്ന് അകന്ന് ലണ്ടനിൽ താമസിക്കുകയായിരുന്ന സംഗീത ചെന്നൈയിലെ നീലങ്കരയിലെ വീട്ടിലേക്ക് തിരിച്ച് എത്തിയതായും വിജയുടെ അമ്മയാണ് പ്രശ്ന പരിഹാരത്തിന് മുൻകൈ എടുത്തത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. വിവാഹമോചനം സംഭവിച്ചാൽ തൃഷയുമായുള്ള വിജയുടെ വിവാഹം നടന്നേക്കും. എന്നാൽ സംഗീത വിവാഹമോചനം നൽകാത്ത പക്ഷം തൃഷയെ നിയമപരമായി ഭാര്യയെ സ്വീകരിക്കാൻ വിജയ്ക്ക് കഴിയുകയുമില്ല. പക്ഷേ ഡിവോഴ്സ് സംഭവിക്കാത്തതിനാൽ മരണം വരെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത മാത്രമായിരിക്കും. തൃഷയ്ക്ക് അപ്പോഴും ഹോം ബ്രേക്കർ ട്രാഗ് മാത്രമായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക. ഇതിലാണ് സംഗീത വിജയ്ക്ക് ചെക്ക് വെച്ചതായി വിവാഹമോചനം വേണ്ടെന്ന് തീരുമാനിച്ചു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രിയാകുമെന്നോ കരുതി കാണില്ലെന്നും എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സുമാറി സംഗീത തിരികെ വന്നതാകാമെന്നും കുറിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇലക്ഷൻ കഴിയും വരെ അണ്ണൻ ഇപ്പോൾ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? വിജയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പദവി കിട്ടിയപ്പോൾ ഭാര്യയ്ക്കും പോവേണ്ടെന്നായി, പേര് മാറ്റിയ മകനും പോവേണ്ട എന്നിങ്ങനെയും കമന്റുകൾ വരുന്നുണ്ട്. സംഗീതയുമായി പുറത്തുവെച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തുവാൻ വിജയ് തീരുമാനിച്ചതായും എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലണ്ടനിൽ നിന്നും വീഡിയോ കോൾ വഴിയാണ് സംഗീത കോടതിയിൽ തന്റെ അഭിപ്രായം പറഞ്ഞത്. സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചതോടെ വീണ്ടും തൃഷ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. വിവാഹമോചനത്തിൽ നിന്ന് സംഗീത പിന്മാറിയതോടെ തൃഷയുമായുള്ള വിജയുടെ ബന്ധത്തിനും അവസാനമായിരിക്കുകയാണ്. കുടുംബം ഒന്നായ സ്ഥിതിക്ക് തൃഷ ഇനി എന്ത് ചെയ്യുമെന്നാണ് പലരും ചോദിക്കുന്നത്. തൃഷ സൈഡായി, കുടുംബം ഒന്നായി. തൃഷ പുറത്തായി. 1 മാസം മുൻപല്ലേ വിജയ്ക്ക് പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത്. പാവം തൃഷ ഇനി എന്തു ചെയ്യും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ. തൃഷയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ആളുകൾ കമന്റുകളുമായി എത്തുന്നുമുണ്ട്. അതേസമയം മുത്തശ്ശിയുടെ 98ാമത്തെ ജന്മദിനം ആഘോഷിച്ച ചിത്രങ്ങൾ പങ്കുവച്ചതിനൊപ്പമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ സന്ദേശങ്ങളും തൃഷ പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രായത്തിൽ ഇത്തരം ഡ്രാമകൾ കാണിക്കുന്നത് നാണക്കേടാണ്. പോയി കുറച്ച് പണം സമ്പാദിക്കൂ, സമാധാനം കണ്ടെത്തൂ എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തൃഷ കുറിച്ചിരിക്കുന്നത്.
കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും, നല്ലത് ചെയ്യൂ, നല്ലവരായിരിക്കൂ, അപകട സാധ്യതകൾ ഏറ്റെടുക്കുവാൻ മടിക്കാത്തവരാണ് വിജയത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയ സന്ദേശങ്ങളും തൃഷ പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾ പ്രാർത്ഥിച്ച ജീവിതം ജീവിക്കാൻ കഴിയുന്നത് അത്ര വലിയ ഭാഗ്യമാണ് എന്നും തൃഷ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയുടെ ഭാര്യ സംഗീതയും മക്കൾ ജേസൺ സഞ്ജയും ദിവ്യ സാക്ഷിയും ലൈംലൈറ്റിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്നവരായിരുന്നു. എന്നാൽ കുടുംബ പ്രശ്നങ്ങളും വിവാഹമോചന കേസുകളും അടക്കമുള്ള കാര്യങ്ങൾ വിജയുടെ കുടുംബത്തെ വാർത്തകളിൽ നിറയ്ക്കുകയായിരുന്നു. ഈ ബഹളങ്ങൾക്ക് എല്ലാം ഇടയിലും വിജയുടെ മകൻ ജേസൺ സഞ്ജയുടെ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. വിവാഹമോചന കേസ് വന്നതോടെ ജേസൺ അമ്മ സംഗീതയ്ക്ക് ഒപ്പമാണ് മക്കൾ രണ്ടുപേരും നിൽക്കുന്നത്. വിവാദ വിഷയങ്ങളൊന്നും ജേസൺ ഇതുവരെയും പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിധ ആരോപണം അടക്കം നേരിടുന്ന വിജയെ തള്ളിപ്പറയുവാനും ജേസൺ തയ്യാറായിട്ടുമില്ല. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അച്ഛനെ കുറിച്ച് ജേസൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധ നേടുന്നത്. സിനിമാക്കാരനാകണം എന്നുള്ള ആഗ്രഹത്തെ ആദ്യം പിന്തുണച്ചത് അച്ഛനാണ് എന്നാണ് ജേസൺ പറയുന്നത്. ചെറുപ്പം മുതലേ തനിക്ക് സിനിമയിൽ തന്നെ ആയിരുന്നു താല്പര്യം. വളരെ ചെറുപ്പത്തിലെ അച്ഛനൊപ്പം സിനിമാ സെറ്റുകളിൽ പോകാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ തൊഴിൽ എന്ന രീതിയിൽ സാധാരണയായി തന്നെ സിനിമയെ നോക്കിക്കാണുവാനും ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ജേസൺ സഞ്ജയ് പറയുന്നുണ്ട്. വിദേശത്ത് പോകണമെന്നും സിനിമ പഠിക്കണമെന്നും പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം എതിർത്തിരുന്നില്ല. ആദ്യം പച്ചക്കൊടി കാണിച്ചത് അച്ഛനായിരുന്നു. കാരണം അദ്ദേഹം ഈ മേഖലയിൽ വർഷങ്ങളായുള്ള ആളാണ്. അമ്മയ്ക്കും സഹോദരിക്കും മുൻപേ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് അച്ഛൻ തന്നെയായിരുന്നു. ഒരു കോഴ്സ് എടുത്ത് പഠിക്കുവാനും അച്ഛൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിലും സ്വന്തം താല്പര്യം എന്താണെന്ന് കണ്ടെത്തുവാനും സിനിമ തന്നെയാണോ നിന്റെ വഴിയെന്ന് തിരഞ്ഞെടുക്കുവാനും സാധിക്കുമെന്ന് അച്ഛൻ ചിന്തിച്ചത്. അച്ഛൻ പറഞ്ഞു, നീ പോയി കോഴ്സ് ചെയ്യൂ, അപ്പോഴാണ് നിനക്ക് എന്താണ് ഇഷ്ടമെന്നും എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ഈ തൊഴിൽ നിനക്ക് ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അച്ഛൻ വലിയ പിന്തുണയാണ് നൽകിയതെന്നും ജേസൺ സഞ്ജയ് പറയുന്നുണ്ട്. 2009 വിജയ്ക്ക് നായകനായ വേട്ടക്കാരൻ എന്ന ചിത്രത്തിൽ ജേസൺ ഏതാനും മിനിറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നും ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ അത് എന്തിനാണ് ചെയ്തതെന്ന് തോന്നാറുണ്ടെന്നും ജേസൺ സഞ്ജയ് കൂട്ടിച്ചേർക്കുന്നുണ്ട്.